ഇന്ന് ഞാനങ്ങനെ ഈ പേരിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നും എങ്ങനെയാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യത്തെ അക്ഷരം തന്നെ എ ആയതുകൊണ്ട് ഞാൻ ഈ അവൽ നനച്ചതാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ അവൽ നനച്ചത് കഴിച്ചിട്ട് ആദ്യത്തെ അക്ഷരമായ എ ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഇനി അങ്ങനെ രണ്ടാമത്തെ അക്ഷരം ഡി. ഡി എന്ന അക്ഷരം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ ചെറിയൊരു കേക്കാണ് കഴിക്കുന്നത്. അങ്ങനെ ഈ കേക്ക് കഴിച്ചിട്ട് രണ്ടാമത്തെ അക്ഷരമായ ഡി ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അങ്ങനെ അടുത്തത് മൂന്നാമത്തെ അക്ഷരം ഡബ്ല്യു. ഡബ്ല്യു എന്ന അക്ഷരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വാട്ടർ മെലനാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ വാട്ടർ മെലൻ കഴിച്ചിട്ട് മൂന്നാമത്തെ അക്ഷരമായ ഡബ്ല്യു ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കൊറിയർ വന്നത്. ഞാനിപ്പോൾ അത് എടുക്കാനായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. വേറൊന്നുമല്ല, ഈ ഒരു ചെരുപ്പാണ് കേട്ടോ വന്നത്. ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ചലഞ്ചിൽ ഇനിയും അടുത്തത് നാലാമത്തെ അക്ഷരം എയും അഞ്ചാമത്തെ അക്ഷരം ഐയുമാണ്. ആപ്പിൾ ജ്യൂസിനകത്തേക്ക് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നാലാമത്തെ അക്ഷരവും അഞ്ചാമത്തെ അക്ഷരവും ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഇനിയും ആറാമത്തെ അക്ഷരം ടി ആണ്. ടീക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈം പാസിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ടൈം പാസിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് ആറാമത്തെ അക്ഷരമായ ടിയും ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഇനിയും നമ്മുടെ ചലഞ്ചിലെ അവസാനത്തെ അക്ഷരമായ എച്ച് ആണ്. എച്ച് എന്ന അക്ഷരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഹൽവയാണ് കഴിക്കാൻ പോകുന്നത്. ഹൽവ കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. പിന്നീട് നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.